ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക നീക്കവുമായി അന്വേഷണ സംഘം വ്യവസായിയുടെ മൊഴിയിലെ ഡി മണിയെ കണ്ടെത്തി. ഡി മണിയുടെ മൊഴി രേഖപ്പെടുത്താൻ SITയുടെ ഒരു സംഘം ഉദ്യോഗസ്ഥർ ചെന്നൈയിലേക്ക് പുറപ്പെട്ടു. കേസിൽ അറസ്റ്റിലായ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ജ്വല്ലറിയിലും അന്വേഷണ സംഘം പരിശോധന നടത്തുകയാണ്. തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടുണ്ട്. TV പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ SIT തന്നെ സംശയനിഴലായ ഒരു സാഹചര്യം, ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ തൊട്ടു പിന്നാലെ വേഗത്തിലാക്കുന്നുണ്ട് SITയുടെ നടപടികൾ. ഇപ്പോൾ ഒരേ സമയം ഡി മണിയെ മൊഴിയെടുക്കാൻ പോകുന്നു. ബെല്ലാരിയിൽ വീണ്ടും പരിശോധന. അതോടൊപ്പം തന്നെ നേരത്തെ ചോദ്യം ചെയ്യാതെ മാറ്റി നിർത്തിയിരുന്ന ആളുകളെ, ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യുന്നതിലേക്ക്, മുൻ ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യുന്നതിലേക്ക് നീങ്ങുകൂടിയാണല്ലോ SIT. എന്താണ് വിവരങ്ങൾ പ്രസാദ്? സ്മൃതി, അത് തന്നെയാണ്. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ തട്ടിപ്പുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഉദ്യോഗസ്ഥർ, പത്മകുമാർ അടക്കമുള്ള ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ അടക്കമുള്ളവരിലേക്കായിരുന്നു അന്വേഷണമെങ്കിൽ അടുത്ത ഘട്ടം സ്വർണം ഒഴുകിപ്പോയ വഴികൾ ഏതൊക്കെ വഴിയിലേക്കാണ് എന്ന രീതിയിലേക്കാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത റോത്തം ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ വീട്ടിലും ജ്വല്ലറിയിലും പരിശോധന നടത്തുന്നത് പ്രത്യേക അന്വേഷണ സംഘം. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ ശബരിമലയിലെ തന്ത്രി മഹേഷ് മോഹനര് നേരത്തെ റോത്തം ജ്വല്ലറി ഉടമയുടെ ജ്വല്ലറിയിലും വീട്ടിലും പൂജ നടത്തിയിരുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ അന്വേഷണം അവിടെ പുരോഗമിക്കുന്നു. അതേസമയം തന്നെ ഡി മണി എന്നൊരു പുതിയ കഥാപാത്രം ഈ കേസിലേക്ക് വരികയാണ്. 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഇവിടെ നിന്ന് കടത്തിയിട്ടുണ്ട് എന്ന വ്യവസായിയുടെ മൊഴിയാണ് ഇതിൽ പ്രധാനം. ഡി മണി എന്നൊരാളുണ്ട്. ഡി മണിയെ പ്രത്യേക അന്വേഷണ സംഘം ബന്ധപ്പെട്ടു. അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കാൻ, അതല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് തിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഡി മണിയെ ബന്ധപ്പെട്ടിട്ടുള്ള, പണം വാങ്ങിയിട്ടുള്ള ഉന്നതനാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ അന്ന് ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന 2 അംഗങ്ങളായ വിജയകുമാറിനെയും ശങ്കർദാസിനെയും നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കാനുള്ള നീക്കവും പ്രത്യേക അന്വേഷണ സംഘം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അന്വേഷണം അവസാനിക്കാനുള്ള അവസാന ഘട്ടത്തിൽ വലിയ രീതിയിലേക്ക് പ്ലാൻ ചെയ്തുള്ള ഒരു അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം പോവുകയാണ്. സ്മൃതി, ശരി. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.